പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യം മുതൽ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷമറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തു അവിടുത്തെ ദേവാലയത്തിൽ ചെന്ന് അവിടെയുള്ള പണ്ഡിതന്മാരുമായി ഈ വചനം, അന്നത്തെ വചനത്തെക്കുറിച്ചൊക്കെ അവർ ചർച്ച ചെയ്തതിൻ്റെ ഇടയ്ക്ക് ക്രിസ്തു പറഞ്ഞ വാക്യങ്ങളാണിത്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമ്മൾ ക്രിസ്തു അനുയായികളെന്ന രീതിയിൽ ക്രിസ്തു പറയുന്നു കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അപ്പം നമുക്ക് കോൺഫിഡൻ്റായിട്ട് പറയാൻ പറ്റുമോ കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ മേലുണ്ട് എന്ന്? നമുക്ക് പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് പറയുവാൻ സാധിക്കുമോ? പരിശുദ്ധ രൂപിയുടെ പ്രസൻസ് നമ്മിലുണ്ട് എന്ന് എത്ര ക്രിസ്ത്യാനികൾക്ക് ധൈര്യമായിട്ട് അസന്നിഗ്ധമായിട്ട് പറയുവാൻ സാധിക്കും? ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ ദരിദ്രരെ സുവിശേഷം, ദാരിദ്ര്യം പല രീതിയിലുള്ളതാകാം. ഭക്ഷണത്തിൻ്റെ ദാരിദ്ര്യം, ആശയങ്ങളുടെ ദാരിദ്ര്യം, ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ദാരിദ്ര്യം, അങ്ങനെ പല രീതിയിൽ പരിശുദ്ധാരൂപിയുടെ ദാരിദ്ര്യം, അങ്ങനെ പല രീതിയിലുള്ള ദാരിദ്ര്യം നമ്മെ പിടികൂടും, മനുഷ്യർക്കുണ്ടാകും. ദാറ്റ് ഈസ് ഫോർ ഷുവർ. അപ്പോൾ ഈ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന നമ്മളിൽ ഈ ദാരിദ്ര്യം കുറയുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയുന്നുണ്ടോ? വിവേകത്താൽ നമ്മൾ നിറയുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നമ്മൾ കത്തിജ്വലിക്കുന്നുണ്ടോ? മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതുപോലെ വീണ്ടും പറയുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും. ബന്ധിതർക്ക് മോചനം, പല രീതിയിലുള്ള പാപങ്ങളാൽ, ദോഷങ്ങളാൽ ബന്ധിതരായിട്ടുള്ള നമ്മൾക്ക് വിടുതൽ ലഭിക്കുന്നുണ്ടോ? ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുക വഴി, ക്രിസ്തുവിൻ്റെ വചനങ്ങൾ കേൾക്കുക വഴി നമ്മുടെ ബന്ധനങ്ങൾ കുറയുന്നുണ്ടോ? നമുക്കതിൽ നിന്ന് മുക്തി ലഭിക്കുന്നുണ്ടോ? അന്ധർക്ക് കാഴ്ച, നമ്മുടെ കാഴ്ചകൾ ക്രിസ്തീയമാകുന്നുണ്ടോ? മറ്റുള്ള മനുഷ്യരെ നമുക്ക് മനുഷ്യരായി സ്നേഹത്തോടെ കാണുവാൻ സാധിക്കുന്നുണ്ടോ? അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, സമൂഹത്തിലെ അടിച്ചമർത്തപ്പെട്ടവർക്ക് ഒരു അത്താണിയായി മാറുവാനുള്ള ധൈര്യവും അനുഗ്രഹവും നമുക്ക് ലഭിക്കുന്നുണ്ടോ? അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ ദാരിദ്ര്യം മാറുന്നു, നമ്മുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നു, നമുക്ക് മറ്റുള്ളവരുമായി വർത്തിക്കാൻ അനുകമ്പ നമ്മളിൽ ഉടലെടുക്കുന്നു. ഇവയെല്ലാം നമ്മളിൽ
സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം, ക്രിസ്തീയ വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയത അതിൻ്റെ യഥാർത്ഥ ഫോമിലല്ല, അതിൻ്റെ യഥാർത്ഥ രീതിയിലല്ല നമ്മൾ മനസ്സിലാക്കുന്നതും പാലിക്കുന്നതുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് കർത്താവിനോട്, കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാരൂപിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ, അങ്ങയുടെ പരിശുദ്ധാരൂപിയാൽ നിറഞ്ഞ് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വിഭാവനം ചെയ്ത യഥാർത്ഥ ക്രിസ്തീയത അനുഭവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ. ഞങ്ങളെ ബന്ധനങ്ങളിൽ നിന്ന് വിമോചിതരാക്കണമേ. തന്നെപ്പോലെ തന്നെ നമ്മുടെ അയൽക്കാരെയും സ്നേഹിക്കുവാനുള്ള ചൈതന്യവും കൃപയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാരൂപിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈ ഒരു കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ്.